നമസ്കാരം. 12 വർഷമായി രാജ്യം ഭരിക്കുന്ന മോദിയും അതിന് ചുക്കാൻ പിടിക്കുന്ന അമിത്ഷായും ഒരുപക്ഷെ ആദ്യമായാവാം ഒരു പ്രാദേശിക നേതാവ് രാജിവെക്കാൻ എത്തിയപ്പോൾ സസന്തോഷം സ്വീകരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും രാജി സ്വീകരിച്ചതായി പത്രക്കുറിപ്പ് ഇറക്കുന്നതും. അത് മറ്റാർക്കും വേണ്ടിയല്ല, 42 വയസ്സ് മാത്രം പ്രായമുള്ള തമിഴ്നാട്ടിലെ മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലൈക്ക് വേണ്ടിയാണ്. കേരളത്തിൽ BJPക്കുള്ള സ്വാധീനം പോലും തമിഴ്നാട്ടിൽ BJPക്കില്ല എന്നോർക്കണം. എന്നിട്ടും അണ്ണാമലൈ എന്ന BJP നേതാവ് രാജ്യം മുഴുവൻ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രസ്നേഹം കൊണ്ടാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയും IIM-ൽ നിന്നും MBA പഠിക്കുകയും ചെയ്ത് 2011 ബാച്ചിൽ ഉന്നത റാങ്കോടെ IPS-ൽ കയറിയ അണ്ണാമലൈ 8 വർഷം മാത്രം സേവനം പൂർത്തിയാക്കി 2019 35-ാമത്തെ വയസ്സിൽ IPS-ൽ നിന്നും രാജിവെച്ചപ്പോൾ സകലരും വാപൊളിച്ചു. അണ്ണാമലൈ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് ഉന്നത പദവിയിലെത്തിയ ഈ IPS-കാരൻ വലിയ കയ്യടിക്കിടയിലും എന്തിനാണ് ആ പണി രാജിവെച്ചത് എന്ന ചോദ്യം എല്ലാവരും ഉയർത്തി. 2 വർഷത്തിന് ശേഷം 2021 അണ്ണാമലയെ തമിഴ്നാട് BJP സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചപ്പോഴാണ് ആളുകൾക്ക് ഈ ചരിത്ര നീക്കത്തിന്റെ പിന്നിലെ കാരണം വ്യക്തമായത്. രാജ്യത്ത് BJP അടിവേരുറപ്പിച്ച് മുന്നേറുമ്പോഴും തെക്കേ ഇന്ത്യയിൽ BJPയോടുള്ള ഐത്തത്തിന് പരിഹാരമുണ്ടാക്കാൻ വലിയ പ്രാദേശികവാദം ഉള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ BJP ദേശീയ നേതൃത്വത്തിന്റെ പ്ലാനായിരുന്നു അണ്ണാമലയുടെ രാജിയും BJP പ്രവേശനവും എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അണ്ണാമലൈ തുടർന്ന് 4 വർഷം സംസ്ഥാന BJPയെ കെട്ടിപ്പടുക്കാൻ സംസ്ഥാന വ്യാപകമായി സഞ്ചരിച്ചു. ഹിന്ദിയോട് വിരക്തിയുള്ള, ദേശീയ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ള തമിഴ് ജനതയെ പടിപടിയായി ദ്രാവിഡിയൻ രാഷ്ട്രീയത്തിന്റെ പടിപ്പുരയ്ക്കപ്പുറത്തേക്ക് കൊണ്ടുവരാൻ അണ്ണാമലൈക്ക് കഴിഞ്ഞു. ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആണെങ്കിലും തമിഴ്നാട്ടിൽ ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവായി അണ്ണാമലൈ മാറി. എവിടെ സംവാദത്തിൽ ഏർപ്പെട്ടാലും അണ്ണാമലയെ തോൽപ്പിക്കാൻ ഒരു പണ്ഡിതനും കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു. അതേസമയം ഒരു തനി തമിഴനായി ചെന്തമിഴ് സംസാരിച്ച് അണ്ണാമലൈ തമിഴ് സ്വത്വം നിലനിർത്തി. എന്നാൽ അപ്രതീക്ഷിതമായി തമിഴ്നാട്ടിൽ അണ്ണാഡിഎംകെയുമായി BJP ദേശീയ നേതൃത്വം സഖ്യം പ്രഖ്യാപിക്കുകയും അണ്ണാമലൈ അതിനെ എതിർക്കുകയും ചെയ്തതോടെ അണ്ണാമലൈയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി തെറിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ആ പരീക്ഷണം അമ്പെ പരാജയപ്പെട്ടു. അണ്ണാമലയുടെ വാക്കുകളായിരുന്നു ശരിയെന്ന് ദേശീയ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു. അതിനിടയിൽ അപ്രതീക്ഷിതമായി TVK എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വിജയ് തമിഴ്നാടിന്റെ ഭരണവും പിടിച്ചു. ഇതിനിടയിലാണ് നാടകീയമായി BJP പാർട്ടി വിട്ട് അണ്ണാമലൈ പുറത്തേക്ക് വരുന്നത്. അണ്ണാമലൈ BJPക്കെതിരെ ഒരക്ഷരം പോലും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, രാജിവെക്കുന്നതിന് മുൻപ് ഡൽഹിയിൽ പോയി ദിവസങ്ങളോളം ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുകയും ചെയ്തു. താൻ BJPക്കെതിരല്ല എന്ന് തുറന്നു പ്രഖ്യാപിച്ച അണ്ണാമലൈ തമിഴ് ദേശീയതയ്ക്ക് കൂറും പ്രഖ്യാപിച്ചു. WeTheLeader.org എന്ന പേരിൽ അണ്ണാമലൈ ഒരു വെബ്സൈറ്റ് പ്രഖ്യാപിച്ച് വോളണ്ടിയറായി ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാം എന്നറിയിക്കുന്നു. പ്രഖ്യാപനം വന്ന് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. APJ അബ്ദുൽ കലാം സെന്റർ ഫോർ പൊളിറ്റിക്സ് എന്ന പേരിൽ ഒരു അക്കാഡമിക് ഗ്രൂപ്പിനും തുടക്കമിട്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള യുവാക്കൾക്ക് പരിശീലനം കൊടുക്കുകയാണ് കോയമ്പത്തൂർ ആസ്ഥാനമായ ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഒപ്പം മക്കൾ ഇയക്കം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. IPS വിട്ട് BJP രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി BJP പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത അണ്ണാമലൈ എന്തുകൊണ്ടാണ് BJP വിട്ടത്? ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ എല്ലായിടത്തും സജീവമാണ്. BJP വിട്ട അണ്ണാമലൈക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരിടത്തും സംഘപരിവാർ പ്രവർത്തകർ ചീത്ത വിളിക്കുന്നില്ല. അവർക്ക് കണ്ണീരോടെ സഹതാപത്തോടെ അണ്ണാമലയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി വികാരഭരിതരാകുന്നു. അതുകൊണ്ട് തന്നെ അണ്ണാമലയുടെ ഈ നീക്കം BJP വിരുദ്ധമല്ലെന്നും തമിഴ്നാട്ടിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമിത്ഷായുടെ കാഞ്ഞ ബുദ്ധിയുടെ ഭാഗമാണെന്നും വിലയിരുത്തപ്പെടുന്നു. ഭാവിയിൽ കുറച്ചു കാലമെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ അണ്ണാമലൈ എത്തും എന്ന് വിശ്വസിക്കുന്നവർ പോലും ഏറെയുണ്ട്. തമിഴ്നാടിനെ ദ്രാവിഡ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുക, അതേസമയം തമിഴ് പാരമ്പര്യം സംരക്ഷിക്കുക എന്ന BJPയുടെ നയത്തിന്റെ ഭാഗമായി ആയിരുന്നു അണ്ണാമലയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ BJPയുടെ രാഷ്ട്രീയം തമിഴർക്ക് മനസ്സിലാവണമെങ്കിൽ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും എന്ന് BJP നേതൃത്വം മനസ്സിലാക്കുന്നു. അതിനിടയിൽ പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിപ്ലവകരമായ പൊളിച്ചെഴുത്തു നടത്തിക്കൊണ്ട്
ഒരു പരിധിവരെ ദേശീയ രാഷ്ട്രീയത്തെ ചേർത്ത് പിടിക്കുന്ന TVK രൂപം കൊള്ളുന്നു. ഇനി വരാൻ പോകുന്ന 2 പതിറ്റാണ്ടെങ്കിലും വിജയുടെയും TVKയുടെയും കാലമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തെ നിഷ്കാസനം ചെയ്ത് ബദൽ രാഷ്ട്രീയമായി തമിഴ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്ത് അണ്ണാമലയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് BJP നടത്തുന്ന പരീക്ഷണമാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ തികച്ചും വ്യത്യസ്തമായ 2 രാഷ്ട്രീയ പാർട്ടികളുടെ കൈകളിലേക്ക് തമിഴ് രാഷ്ട്രീയം മാറും. പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയക്കാർ അപ്രസക്തരാവുകയും TVKയും അണ്ണാമലയുടെ രാഷ്ട്രീയ പാർട്ടിയും 2 വശത്തായി വളർന്നു വരികയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടും. സമയമാവുമ്പോൾ ഒരുപക്ഷെ BJP അണ്ണാമലയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെട്ട് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം മനസ്സിലാവുന്ന സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ പാർട്ടി അപ്പാടെ BJP ആയി മാറി ഒരുപക്ഷെ രംഗത്ത് വന്നെന്ന് വരാം. തൽക്കാലം BJPയുടെ കാവ്യ രാഷ്ട്രീയത്തിന് ഭാവിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് BJPയുടെ സ്വഭാവത്തോട് തമിഴ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അണ്ണാമലയ്ക്ക് തമിഴ്നാട് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആരാധകരുള്ളത് കേരളത്തിലാണ്. കേരളത്തിലെ മൃദുസംഖ്യകളടക്കം സംഘപരിവാർ അണികളൊക്കെ അണ്ണാമലൈ ഫാൻസ് ആണ്. അവരുടെ ആരാധനയ്ക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അണ്ണാമലൈ BJP വിടുന്നു എന്ന പ്രഖ്യാപനം വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അത്തരം സൂചന പുറത്തു വന്നപ്പോൾ വന്ന സംഘപരിവാർ അനുഭാവികളിൽ പ്രധാനിയായ അരുൺ സോമനാഥിന്റെ ഒരു പോസ്റ്റിൽ ഇത് വ്യക്തമാണ്. അണ്ണാമലൈ കുപ്പുസ്വാമി വ്യക്തിപരമായി വളരെയധികം ആരാധന തോന്നിയ വ്യക്തിത്വം, തമിഴത്വം തന്നെ ഹിന്ദുത്വം എന്നും വേരുകൾ വേറൊന്നല്ലെന്നും തമിഴ്നാടിനെ ബോധ്യപ്പെടുത്തിയ ഒറ്റയാൻ പോരാട്ടം. നോട്ടയോട് മത്സരിച്ച് BJPക്ക് തമിഴ്നാട്ടിൽ അഡ്രസ്സും വിസിബിലിറ്റിയും നൽകുന്ന ഏകാംഗ പോരാളി. അണ്ണാമലൈ ബാക്കി വയ്ക്കുന്ന ശൂന്യതയിൽ അണ്ണാമലൈ വഴി തമിഴ്നാട് BJPയുടെ അനുഭാവം തോന്നിയവർക്ക് മുൻപുള്ളതിനേക്കാൾ ശത്രുത തോന്നാനാണ് വഴി. എന്തായാലും അണ്ണാമലൈ വെളിയിൽ പോകുന്നത് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ചാണക്യ ബുദ്ധിയുടെ ഭാഗമായി ഒന്നുമല്ല. BJP തമിഴ് ഘടകം പിരിച്ചുവിടാനൊന്നും പോകുന്നില്ലല്ലോ. രജനീകാന്തിന്റെ ബാക്കപ്പിൽ അണ്ണാമലൈ ഒരു പുതിയ പാർട്ടി തുടങ്ങി മുന്നോട്ട് വന്നാൽ നല്ലത്. പാർട്ടിക്ക് ഫണ്ടിംഗ് ആവശ്യമാണല്ലോ. അല്ലെങ്കിൽ സാംസ്കാരിക വേരുകളിലും ദേശീയതയിലും ഉറച്ചു നിൽക്കുന്ന ഒരു പുരോഗമന തമിഴ് പാർട്ടി തുടങ്ങി അടുത്ത 2 വർഷം ആ പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യാനും ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അതിനടുത്ത് 3 വർഷം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ വിനിയോഗിച്ചാൽ വിജയ് വേഴ്സസ് അണ്ണാമല എന്നൊരു സമവാക്യം രൂപപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴെ വിജയ് സ്റ്റാലിനെ മലർത്തിയടിക്കാൻ ഉപകാരപ്പെട്ടത് അണ്ണാമലയുടെ ഒറ്റയാൻ പോരാട്ടങ്ങളിൽ ജനങ്ങൾ DMKയെ വെറുത്തതുകൂടിയായിരുന്നു. BJPയുടെ സ്ഥിരം ദുർബലമായ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കാൻ സംവാദങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വർക്കുകളിലൂടെയും അണ്ണാമലയ്ക്ക് സാധിച്ചു. മറ്റേതെങ്കിലും ഒരു BJP നേതാവിന് ഇത്രയധികം ഫാൻ ബോയ് ഗാനങ്ങൾ ഉണ്ടോ എന്നറിയില്ല. പക്ഷെ BJPയെ വെറുപ്പിച്ച് വച്ചിരിക്കുന്ന കേരള തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വടക്കേ ഇന്ത്യൻ സാംസ്കാരിക ശൈലി കാലുറപ്പിക്കാൻ പറ്റില്ല. അതിന് തലയെടുപ്പുള്ള നേതാക്കൾ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥിരമായി വർക്ക് ചെയ്യണം. അണ്ണാമലയ്ക്കൊപ്പം അങ്ങനെ നിൽക്കാൻ BJPയെ കൊണ്ട് ജീവിച്ചു പോരുന്ന നേതാക്കൾക്ക് ബുദ്ധിമുട്ടായതും സഖ്യകക്ഷി AIADMKയുടെ തമിഴ്നാട് പെട്ടെന്ന് പിടിക്കാം എന്നുള്ള അതിമോഹവും BJP പിന്നോട്ടടിച്ചു എന്ന് വേണം പറയാൻ. BJP അതിന് കൊടുക്കേണ്ടി വന്ന വില വെറും തോൽവി മാത്രമല്ല, അണ്ണാമലയെ കൂടിയായിരുന്നു എന്നിപ്പോൾ വ്യക്തമാകുന്നു. അണ്ണാമല ഇല്ലാത്ത BJPയുടെ ഭാവി ഇനി എന്ത്? ആരിനി ഈ തലയെടുപ്പോടെ തമിഴ്നാട് BJP നയിക്കും? സർവോപരി അണ്ണാമലയെ BJPയുടെ ഒപ്പം നിർത്താത്തതിന് ഉത്തരവാദിത്വം ആർക്കാണ്? BJP വിട്ടു എന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നപ്പോൾ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എങ്ങനെ എഴുതി? ഒരു സാധാരണ കർഷകപുത്രനിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടുക, പഠനകാലത്ത് എഞ്ചിനീയറിംഗ് അല്ല തന്റെ വഴി എന്ന് തോന്നലിൽ പഠനം ഉപേക്ഷിക്കാതെ ഉയർന്ന മാർക്കോടെ അത് പൂർത്തിയാക്കിയ ശേഷം എഞ്ചിനീയർ ആകാൻ നിൽക്കാതെ MBAക്ക് പോവുക, അതും ഇന്ത്യയിലെ പ്രശസ്തമായ ലക്നൌ IIM-ൽ. എന്നിട്ടും തന്റെ യഥാർത്ഥ വഴി എന്തെന്ന് നിശ്ചയം പോരാതെ ഉയർന്ന ശമ്പളമുള്ള കോർപ്പറേറ്റ് ജോലികൾക്ക് പകരം രാജ്യത്തെ സേവിക്കുക എന്നതാണ് തനിക്കിണങ്ങുന്ന ഇടമെന്ന ബോധ്യത്തിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതി IPS നേടുക. IPS ഓഫീസറായി ചുരുങ്ങിയ കാലം കൊണ്ട് നിയമപാലനത്തിലെ സത്യസന്ധതയും കാർക്കശ്യവും കൊണ്ട് ജനപ്രിയനായി മാറി കർണാടക ശിങ്കം എന്ന വെളിപ്പേര് നേടുക. ഒടുവിൽ 7 വർഷത്തെ സേവനത്തിന് ശേഷം അതും മടുത്ത് രാജിവെച്ച് ജനസേവനത്തിനായി ഇറങ്ങുക. ഇന്ന് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നാകെ വലിയ അമ്പരപ്പും രാജ്യത്തെയും BJPയും സ്നേഹിക്കുന്നവർക്കിടയിൽ അനൽപമായ വിഷാദവും സൃഷ്ടിച്ച യുവ നേതാവായി കുപ്പുസ്വാമി അണ്ണാമലൈ എന്ന K അണ്ണാമലയുടെ ജീവിതരേഖയാണ് മുകളിൽ പറഞ്ഞത്. IPS രാജിവെച്ച ശേഷം ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് മണി അണ്ണാമലൈ സാമൂഹിക പ്രവർത്തനങ്ങൾ സജീവമായിരിക്കെ 2020 ഓഗസ്റ്റിലാണ് ഭാരതീയ ജനതാ പാർട്ടി ചേർന്നത്. പാർട്ടിയിൽ ചേർന്ന ഉടൻ തന്നെ തമിഴ്നാട് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി അദ്ദേഹം നിയമിതനായി. ഉശരൻ പ്രസംഗങ്ങളും ദ്രാവിഡ കക്ഷികളുടെ അഴിമതിക്കെതിരെയുള്ള ശക്തമായ നിലപാടുകളും ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധാ കേന്ദ്രമാക്കി. 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിക്കുറിച്ചി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു.
2021 ജൂലൈ അണ്ണാമലയെ തമിഴ്നാട് BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചു. അന്നു മുതൽ തമിഴക രാഷ്ട്രീയത്തിൽ BJP ഒരു പ്രധാന ശക്തിയെ വളർത്താൻ അദ്ദേഹം മുൻകൈയെടുത്തു. പ്രസിഡന്റായിരിക്കെ തമിഴ്നാട്ടിലുടനീളം അദ്ദേഹം നടത്തിയ എൻ മക്കൾ പദയാത്ര വലിയ ജനശ്രദ്ധ ആകർഷിച്ചു. തമിഴ്നാട്ടിലെ അഴിമതി ഭരണത്തിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമായിരുന്നു ഈ യാത്ര. ഇതോടൊപ്പം സോഷ്യൽ മീഡിയ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ജനപ്രീതിയും കഠിനാധ്വാനവും കൊണ്ട് തമിഴകത്തെ സിംഗം എന്ന അനുയായികൾ വിളിക്കുന്ന അദ്ദേഹം പരമ്പരാഗത രാഷ്ട്രീയ കോട്ടകളിൽ BJPക്ക് പുതിയ മുഖവും ഊർജവും നൽകി. എന്നാൽ പരമ്പരാഗതമായി ദ്രാവിഡ കക്ഷികളുടെ പിന്നിൽ നിന്നിരുന്ന തമിഴ്നാട്ടിലെ മുതിർന്ന നേതാക്കളൊക്കെ അണ്ണാമലയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും കർക്കശമായ സ്വഭാവവും തീരെ സ്വീകാര്യമായിരുന്നില്ല എന്നത് പരസ്യമായ രഹസ്യമായിരുന്നു. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി 2024 പാർട്ടി അധ്യക്ഷ പദവിയിൽ 3 വർഷം എന്ന ആദ്യ ടേം പൂർത്തിയാക്കിയ അണ്ണാമലയ്ക്ക് തുടരാൻ കേന്ദ്ര നേതൃത്വം അനുമതി നൽകാതിരുന്നത്. പ്രാദേശിക നേതാക്കൾക്ക് എതിർപ്പുണ്ടെങ്കിലും മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അണ്ണാമലയ്ക്ക് കേന്ദ്രമന്ത്രി പദവി അന്നു മുതൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ അദ്ദേഹം അതിന് പിടികൊടുത്തില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ അംഗീകാരത്തോടെ ലഭിക്കുന്ന പദവികൾ മാത്രം മതി തനിക്കെന്ന ഉറച്ച വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. കേന്ദ്ര BJPയോടും മോദിയോടും അത്യധികം ആദരവും സ്നേഹവും പുലർത്തുമ്പോഴും തമിഴ്നാട്ടിലെ BJP നേതാക്കളോടും അവരുടെ DMKയുമായുള്ള ബാന്ധവവും ഒട്ടും അംഗീകരിക്കാൻ അണ്ണാമലയ്ക്ക് സാധിക്കുന്നില്ല. സ്വയം തിരഞ്ഞെടുത്ത വഴികളാണെങ്കിലും അത് തനിക്കിണങ്ങുന്നതല്ല എന്ന് ബോധ്യമാകുന്ന നിമിഷം മനസ്താപമില്ലാതെ അത് ഉപേക്ഷിക്കാൻ വിദ്യാർത്ഥി കാലം മുതൽ ശീലിച്ചൊരു മനസ്സാണ് ആ മനുഷ്യനുള്ളത്. ഉണ്ടായിട്ടും വേണ്ടാത്തവർ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സന്യാസി ഭാവമാണ് അതിന് പിന്നിൽ. കർഷകനുതകുന്ന ലളിതമായ ജീവിതം നയിക്കുന്ന ആളാണ് അണ്ണാമലൈ. ആത്മീയതയിലും തമിഴ് സംസ്കാരത്തിലും അടിയുറച്ച് വിശ്വസിക്കുകയും തിരുവള്ളുവരുടെ തിരുക്കുറളും സ്വാമി വിവേകാനന്ദന്റെ തത്വചിന്തകളും സ്വാധീനിച്ച മനസ്സുമുള്ള ഒരു അപൂർവ മനുഷ്യൻ. അത്യധികം ആദരവോടെ അണ്ണാമലയുടെ BJP വിടാനുള്ള ഇപ്പോഴത്തെ തീരുമാനത്തെയും അതിന് പിന്നിലെ സത്യസന്ധതയും കണ്ടിരിക്കാനാവൂ. BJP വിട്ടാലും ജനമനസ്സിലും ജനമധ്യത്തിലും തുടർന്നും അണ്ണാമലയുണ്ടാകും, അതുറപ്പാണ്. ആശംസകൾ. ഇത് തന്നെയാണ് BJP വിട്ട അണ്ണാമലയോടെ BJPക്കാരുടെ വികാരം എന്നത് തന്നെ അണ്ണാമലയുടെ നീക്കത്തിന് കൃത്യതയും വ്യക്തതയും നൽകുന്നു.